ഇനി ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് വലിയ സാമ്പത്തിക ഇടപാടുകൾ എന്ന് കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകൾ നടന്നത് ഒരു യുവതിയുടെ ഇടനിലയിലെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തുടക്കം മുതൽ ഉയർന്ന പേരുകളിലൊന്നായിരുന്നു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റേത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിലുള്ള ബന്ധം ആദ്യം തെളിഞ്ഞപ്പോൾ ശബരിമലയിലെ സ്പോൺസർ എന്ന പരിചയം മാത്രമാണ് തനിക്ക് പോറ്റിയുമായുള്ളതെന്ന് കടകംപള്ളി പറഞ്ഞിരുന്നു. എന്നാൽ അടുത്ത ബന്ധം തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ കടകംപള്ളി കടകം മറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സത്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ ഗവൺമെൻറ്, എനിക്ക് 72 വയസ്സ് പ്രായമായി, പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ പ്രശ്നം കൊണ്ടോ മറന്നുപോയതാണോ, ഞാൻ എൻ്റെ ഗവൺമെന്റ്മാരോടും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ആകെ ഒരു ദിവസം അവിടെ പോയ കാര്യമാണ് ഓർമ്മയുള്ളത്. ഒന്നല്ല 10 ദിവസം പോയെങ്കിലും പോയെന്ന് പറയാനായിട്ട് ഞാൻ മടിക്കേണ്ട യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചില്ല. ഞാൻ നിങ്ങളോടെല്ലാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, 2025 ഇങ്ങനൊരു വാർത്ത വരുന്നത് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു ഡിവോട്ടി എന്നുള്ള നിലയിലാണ്. അതിനപ്പുറമുള്ളൊന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് അതെ, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്, 7 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു പോറ്റി എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നത്. ഈ ബന്ധമാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന രീതിയിലേക്ക് വളരാൻ പോറ്റിയെ സഹായിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോറി ഇടപാടുകളിൽ ഉൾപ്പെടെ കടകംപള്ളിയും രഹസ്യമായി പങ്കാളിയായി. ഇത് തെളിയിക്കുന്ന ബാങ്ക് രേഖകൾ SIT ശേഖരിച്ചിട്ടുണ്ട്. ഒരു സീരിയൽ താരത്തെ ഇടനിലക്കാരിയാക്കിയാണ് സാമ്പത്തിക ഇടപാടുകൾ നടന്നത്. മാത്രമല്ല 2023 പുതിയ ഭരണസമിതി ദേവസ്വം ബോർഡിലെത്തിയപ്പോഴും പോറ്റിക്ക് സ്വാധീനമുറപ്പിക്കാൻ എല്ലാം കടകംപള്ളി ചെയ്തു നൽകി. അതാണ് 2025 വഴിവിട്ട നീക്കങ്ങൾ നടത്താൻ പ്രധാന കാരണം. ഇതിനൊപ്പം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായി പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതും കാര്യങ്ങൾ എളുപ്പമാക്കി. ദൈവതുല്യരുന്ന പത്മകുമാർ വിശേഷിപ്പിച്ചത് പിണറായി വിജയനെ തന്നെയാണെന്ന വ്യക്തമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിരുന്നു. ഈ തെളിവുകളെല്ലാം ലഭിച്ചിട്ടും കടകംപള്ളിയെ SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചത് എന്തിനെന്ന് പകൽ പോലെ വ്യക്തമാണ്. പിണറായി നേരിട്ട് പ്രതിരോധം തീർത്തപ്പോൾ അന്വേഷണം സ്വർണം കവർന്നതിൽ മാത്രമായി ഒതുങ്ങി. ഇപ്പോൾ UDF ഭരണത്തിൽ കടകംപള്ളി കുരുങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം.